തിരുവനന്തപുരത്ത് വാഴക്കുല വെട്ടിയ തർക്കം കലാശിച്ചത് വീടാക്രമണത്തിൽ. വർക്കല സ്വദേശി സിന്ധുവിന്റെ വീടിന് നേരെയാണ് അക്രമമുണ്ടായത്. പാറക്കല്ലുകളും ബീർ കുപ്പികളും കൊണ്ടുള്ള ഏറിൽ വീടിന് സാരമായ കേടുപാടും ഉണ്ടായിട്ടുണ്ട്. സിന്ധുവിന്റെ പുരയിടത്തിലെ അതിർത്തിയിൽ നിന്ന് വാഴക്കുല അയൽവാസി വെട്ടിയെടുത്തിരുന്നു. ഇത് ചോദ്യം ചെയ്തതാണ് ഇപ്പോഴത്തെ ആക്രമണങ്ങൾക്ക് കാരണം. അയൽവാസിയും സിന്ധുവും തമ്മിൽ ചെറിയ തോതിൽ വാക്കേറ്റമുണ്ടായിരുന്നു. എന്നാൽ പിന്നീടുണ്ടായ കാര്യങ്ങളിൽ ദുരൂഹത തുടരുകയാണ്. അയൽവാസിയുടെ ബന്ധുവെന്ന് പരിചയപ്പെടുത്തിയ ഒരാൾ സിന്ധുവിന്റെ മകനെ ഫോണിൽ വിളിച്ച് അസഭ്യം പറഞ്ഞു. മാത്രമല്ല, അച്ഛനെയും അമ്മയെയും തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം കൊന്നുകളയുമെന്ന് മകനെ ഭീഷണിപ്പെടുത്തി. സിന്ധു ഇക്കാര്യങ്ങൾ രേഖാമൂലം വർക്കല പോലീസിനെ അറിയിച്ചു. അരീക്കരയിൽ നിന്നാണെന്നും പറഞ്ഞുകൊണ്ട് എൻ്റെ മോൻ്റെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുകയും അസഭ്യ വാക്കുകളൊക്കെ പറയുകയും ചെയ്തു. ഭീഷണിപ്പെടുത്തിയത് നിൻ്റെ അച്ഛനെയും എല്ലാവരും ഞാൻ 9-ാം തീയതി വോട്ട് കഴിഞ്ഞിട്ട് വന്നിട്ട് എല്ലാത്തിനെയും റെഡിയാക്കി കളയുമെന്നുള്ള രീതിയിൽ ഭീഷണിപ്പെടുത്തുകയായിരുന്നു ചെയ്തത്. ഇതിനു പിന്നാലെയാണ് സിന്ധുവിന്റെ വീടിനു നേരെ ആക്രമണമുണ്ടായത്. പാറക്കല്ലുകളും ബിയർ കുപ്പികളും രാത്രി വീടിനു നേരെ വലിച്ചെറിയുകയായിരുന്നു. വീടിന്റെ ജനൽച്ചിലുകൾ തകർന്നിട്ടുണ്ട്. വീടിന് സാരമായ കേടുപാടുകളും ഉണ്ടായി. അക്രമ വിവരം അറിഞ്ഞയുടൻ വർക്കല പോലീസ് സ്ഥലത്തെത്തി. അതിക്രമത്തിന് പിന്നിൽ ചില ദുരൂഹതകൾ നിലനിൽക്കുന്നതായി വർക്കല പോലീസ് മാധ്യമങ്ങളെ അറിയിച്ചു. ആക്രമണം നടത്തിയത് അയൽവാസിയാണോ അതോ മറ്റാരെങ്കിലുമാണോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിച്ച ശേഷമേ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യൂവെന്നും പോലീസ് വ്യക്തമാക്കി. വീട് ആക്രമിച്ചതിന് പിന്നിൽ ദുരൂഹതകൾ ബാക്കിയായതുകൊണ്ടാണ് സിന്ധുവിന്റെ അയൽവാസിയുടെ വിവരങ്ങൾ ഉൾപ്പെടെ പുറത്തുവിടാത്തത്. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.